മാനുവൽ. ഓക്കെ, 21 എന്ന് പറയുമ്പോൾ ന്യൂ ഷേപ്പാണ് അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടിയാണ്, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് സേഫ്റ്റിയിൽ. ഓക്കെ, അലോയ്സ് കാര്യങ്ങളൊന്നും വരില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? മൈലേജ് അത്യാവശ്യം ഉണ്ടാവും, 12-15 റേഞ്ച് മൈലേജ് കിട്ടും. വാറണ്ടി ഇപ്പോൾ 26 വരെ ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ കൊടുക്കുന്ന വാറണ്ടി ഇല്ല, കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷമേ ഉള്ളൂ കമ്പനി വാറണ്ടി. ഓക്കെ, അപ്പോൾ ഷോറൂം വാറണ്ടി എന്തായാലും ഉണ്ട്. 6 വർഷം അല്ലേ? കറക്റ്റ് 60,000, വർഷം 10,000 വെച്ച് കറക്റ്റ് പോയിട്ടുണ്ട് അല്ലേ? ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, വേറെ വർക്കോ മെക്കാനിക്കൽ വർക്കോ അങ്ങനത്തെ ഒന്നുമില്ല? ഒന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഓക്കെ, മാനുവൽ മൈലേജ് എങ്ങനെ പോയാലും ഒരു 12, 15, 16 വരെയൊക്കെ നോർമലി ഓടിച്ചാൽ കിട്ടും. ഹായ്, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും ഓട്ടോ വെഞ്ചറിന്റെ കാർ ക്ലബ് കൊടുവള്ളി ഷോറൂം, കോഴിക്കോട് കൊടുവള്ളി ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെ 3 സ്ഥലത്ത് ഷോറൂമുണ്ട്. കോഴിക്കോട് തന്നെ 2 ഉണ്ട്, ഒന്ന് പാവങ്ങാടാണ്, പിന്നെ ഒന്ന് വയനാട് അല്ലേ? ഓക്കെ, GSTന്റെ വിലകളൊക്കെ പുതിയ വണ്ടിക്ക് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോക്കിൽ മൊത്തം കുറച്ചിട്ട് തന്നെ കൊടുക്കുന്നത്. ഓക്കെ, GST മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ സെഗ്മെന്റ് വണ്ടിയുണ്ട് അല്ലേ? ഓക്കെ, റോഡ് സൈഡിൽ തന്നെയാണ്. കുറച്ച് ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവും, അത് ആദ്യം ക്ഷമയോഗിക്കുകയാണ്. പിന്നെ ഒരു പബ്ലിക് പരിപാടി നടക്കുന്നുണ്ട്, പെട്ടെന്നാണ് അല്ലേ അവർ വന്നത്. ഓക്കെ, എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിക്കുക, അത്രേ ഉള്ളൂ. ഈ ലൊക്കേഷൻ വരുന്നത് സൗത്ത് കൊടുവള്ളിയാണ്, കോഴിക്കോട് വയനാട് റൂട്ടിൽ സൗത്ത് കൊടുവള്ളിയാണ് ലൊക്കേഷൻ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? സ്റ്റോക്കാണ്. ആദ്യ വാഹനം ഹോണ്ട അമേസ് ആണ്, KL76 രജിസ്ട്രേഷനാണ് വാഹനം വരുന്നത്. എമേസിന്റെ 3rd ജനറേഷൻ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ പെട്രോൾ ആണ്. പെട്രോൾ എസ് ആണ് ഓപ്ഷൻ വരുന്നത്. എസ് മിഡിൽ ഓപ്ഷൻ ആണ്. SMT മാനുവൽ ഡ്രൈവ് അല്ലേ? അതെ, മാനുവൽ ഡ്രൈവ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 71,000 71,000 പെട്രോൾ അല്ലേ? പെട്രോൾ 71,000, 2018 മോഡലാണ്. 7 വർഷം കൊണ്ട് 71,000. ആ പെട്രോൾ വണ്ടി നോർമൽ ഓട്ടോ പോയിട്ടുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അമേസ് പുതിയ ഷേപ്പിലേക്ക് മാറി, ഫുള്ള് ഗ്രില്ലൊക്കെ വലുതായിട്ടുള്ള ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,35,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 5,35,000 അല്ലേ? ഓക്കെ, അപ്പോൾ 2018 വണ്ടിയാണ്. SMT 5,35,000 രൂപയ്ക്ക് ഒരു അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. വേറെ ക്ലെയിം ഒന്നുമില്ല, ഫുൾ സർവീസ് ഉണ്ട്. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 5 രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 35,000 കണ്ട ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, മൈലേജ് ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. വലിയ മെയിൻ്റനൻസ് സൈഡും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. KL55 രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടൈ വെന്യൂ ആണ്, തിരൂർ വണ്ടി അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ SX ആണ് ഓപ്ഷൻ വരുന്നത്. SX ആണ്, ഇതും മിഡിൽ ഓപ്ഷൻ ആണ്. അതായത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്, നേരെ താഴെ. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ. സോറി. ഓക്കെ, വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നമ്മളിപ്പോ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അമേസിന് കൊടുക്കൂലോ? 1 ഇയർ വാറണ്ടി എല്ലാ വണ്ടികൾക്കും നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കും, കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ബാക്കി കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ ഒരു ഡീസൽ വണ്ടിയാണ്, 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. അപ്പോൾ ഒരു പെട്രോൾ വണ്ടീൻ്റെ ഓട്ടേ പോയിട്ടുള്ളൂ 5 വർഷം കൊണ്ട് അല്ലേ? 20 മോഡലാണ്, ഫുൾ സർവീസാ? സർവീസ്. നല്ല മൈലേജ് ഉണ്ടാവേ. 20 മേലെ തന്നെ ഏകദേശം 18 എന്തായാലും ടൗണിൽ എന്തായാലും കിട്ടും, അതിന്റെ മേലെ തന്നെ എന്തായാലും കിട്ടും. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ SX വെന്യൂ 2020 ഡീസൽ മാനുവൽ എത്ര കൊടുക്കാം നമുക്ക്? 8,35,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 8,35,000 20 മോഡൽ SX ഡീസൽ വെന്യൂ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ? ലോൺ നമുക്ക് ഒരു 7.5 വരെയൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ടിയാഗോ ആണ്, KL57. ഇവിടെ തന്നെയാണ്, കൊടുവള്ളി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ XC എന്ന് പറയുന്ന ഓപ്ഷനാണ്. XC ബേസ് ആണ്, ബേസ് ഓപ്ഷനാണ്. ഓക്കെ, 2020 ഓക്കെ, 25,000 കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ വണ്ടിയാണ്. 25,000 ലോ കിലോമീറ്റർ പോയിട്ടുള്ളൂ, 10 കിലോമീറ്റർ എന്നാണ് അല്ലേ? ഓക്കെ, ബേസ് ആണ്, നോർമൽ AC, പവർ വിൻഡോ ഉണ്ടാവില്ല. അതേമാതിരി തന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ ടച്ച് സ്ക്രീൻ, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര കൊടുക്കാം നമുക്ക്? 3,65,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കും. 3,65,000 ഈ ഒരു ടിയാഗോ XC നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2020 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് 5.5 അല്ലേ? 5.5 സ്റ്റാർട്ടിങ്ങിന് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും?
ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം, ഒരു 90-95% വരെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഇതാ അടുത്ത വാഹനം അൾട്രോസ് ആണ്. അതായത് നമ്മുടെ ടിയാഗോന്റെ നേരെ മേലെ വരുന്ന സെഗ്മെന്റ് KL 54 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ XM പെട്രോൾ ആണ് വരുന്നത്. XM സെക്കൻഡ് ഓപ്ഷൻ ആണ്, 20 മോഡൽ. ഓക്കെ. 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഓക്കെ, 60,000 കിലോമീറ്റർ 5 സ്റ്റാർ സേഫ്റ്റി വരുന്ന വാഹനമാണ്. നേരത്തെ കണ്ട ടിയാഗോ 5 സ്റ്റാർ തന്നെയാണ്. അതിലേക്ക് വരുമ്പോൾ ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് മൈലേജ് ഒരു 11 to 15 ആ റേഞ്ച് ഏകദേശം മൈലേജ് ഉണ്ടാവും. നേരത്തെ ടിയാഗോനാണ് 14-17 റേഞ്ച് കിട്ടും. ഇത് ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്, ഹാച്ച് ബാക്ക് അല്ല? ഇത് നമുക്കൊരു 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4,50,000. 2020 XM അൾട്രോസ് നിങ്ങൾക്ക് 4,50,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. എങ്ങനെ പോയാലും ഒരു 4 ലക്ഷം ലോൺ കിട്ടൂലേ? ഒരു 4 വരെയൊക്കെ ലോൺ എന്തായാലും ലോണും കിട്ടും. ഒരു 10-15,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഫോർച്യൂണർ. ഇത് കേരള വണ്ടിയാ? അല്ല, ഇത് നമ്പർ ആയ വണ്ടി. നമ്പർ ആയതാ? എവിടെയാണ് നമ്പർ ആയത്? ഇത് KL 57 രജിസ്ട്രേഷൻ. കൊടുവള്ളി. ഓക്കെ. ഇത് കാണുമ്പോൾ പലർക്കും ഭൂട്ടാൻ വണ്ടി ഓർമ്മ വരും. പേടിക്കണോ? അതുപോലെ കറക്റ്റാണ്, ധൈര്യത്തിന് എടുക്കാം. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 15 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്രയാണ്? 1,28,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് പുറത്തുനിന്നാണ് സർവീസ് ഉള്ളത്. എല്ലാ സർവീസുകളും കമ്പനി നല്ല, പക്ഷെ കിലോമീറ്റർ ജെന്യൂൻ ആണ്, നമുക്ക് ഗ്യാരണ്ടി. ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഓണർ അല്ലേ? കേരളത്തിൽ ആയി കഴിഞ്ഞ ഓണറാണ്. അപ്പോൾ ഒന്നുമില്ല, ടൊയോട്ട വണ്ടിയാണ്. നിങ്ങൾ ജസ്റ്റ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽ നോക്കുക. ഓക്കെ ആണെങ്കിൽ എടുക്കാം, അത്ര തന്നെ അല്ലേ? ഓക്കെ. വണ്ടി എന്താ നീറ്റ് തന്നെയാണുള്ളത്, ഇന്ത്യൻ റെസ്റ്റോറൊക്കെ തന്നെ നീറ്റിലാണുള്ളത്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ല? 2 വീൽ ഓട്ടോമാറ്റിക് 2015 മോഡൽ. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 14 നമ്മളിവിടെ ചോദിക്കുന്ന റേറ്റ്, അതായത് 14,50,000 രൂപ. ഓക്കെ, 14,50 ഇപ്പോൾ ചോദ്യം. വില കുറച്ച് കൊടുക്കാൻ പറ്റൂലേ? നമുക്ക് മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല, കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ അഡീഷണൽ ഒന്നും ചെയ്യാനില്ല, ലോൺ സൗകര്യം കിട്ടും. എത്ര കിട്ടും? ഒരു 13 12 വരെ കിട്ടും. ഓക്കെ. ഇതാ റിനോൾ പൾസ് ആണ് അടുത്ത വാഹനം. നിസാൻ മൈക്ര പോലെ തന്നെയുള്ള വണ്ടി, സെയിം വണ്ടിയാണ്, സെയിം ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ ഡീസലാണ് വരുന്നത്. 14 ഡീസൽ. ഓട്ടം പോയിട്ടുണ്ടാവുമല്ലോ? 140 ഓടിയുണ്ട്. 140. സർവീസ് ഒക്കെ പ്രോപ്പർ ഉണ്ടോ? കമ്പനി എന്നല്ല, പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടോ? മേജറൊക്കെ കഴിഞ്ഞാണോ? മേജറൊക്കെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞാണ്. ഓക്കെ. 2014 ആ ഓട്ടം പോയിട്ടുണ്ട്. 18, 20, 20ന്റെ മേലെ തന്നെ മൈലേജ് കിട്ടും. മൈക്രോയിലെ പോലെ തന്നെ മൈലേജ് കിട്ടും. വില കിട്ടും. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ ക്ലെയിം. ഓക്കെ. ഏതാ ഓപ്ഷൻ ഇത്? ഇത് RXL ആണ്. RXL മിഡിൽ ഓപ്ഷൻ ആണ്. ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 2,27,000 രൂപയ്ക്ക് കൊടുക്കാം. 2.25 ലക്ഷം രൂപയ്ക്ക് 2014 ഡീസൽ മിഡിൽ ഓപ്ഷൻ റിനോ പൾസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലോൺ ഒരു 1.5 വരെയൊക്കെ ലോൺ കിട്ടും. 1.5 വരെ. 1.25 വരെ ലോൺ ചെയ്യാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ i20 ആണ്. എലൈറ്റ് ഷേപ്പ്. ഇപ്പം ഇറങ്ങുന്നല്ല, എലൈറ്റ് ആണ്. മുന്നേ ഷേപ്പാണ്. KL 11 കോഴിക്കോട് വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിലിൻ്റെ? ഇത് 2019 മോഡൽ i20 മാഗ്നയാണ്. പെട്രോൾ എഞ്ചിനാണ്. മാഗ്ന പെട്രോൾ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ്. ഓക്കെ. ബാക്കി കിലോമീറ്റർ എത്ര? 60,000 കിലോമീറ്റർ ഓടി. 60,000. 6 വർഷം അല്ലേ? കറക്റ്റ് 60,000. വർഷം 10,000 വെച്ച് കറക്റ്റ് പോയിട്ടുണ്ട് അല്ലേ? ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. വേറെ വർക്കോ മെക്കാനിക്കൽ വർക്കോ അങ്ങനത്തെ ഒന്നുമില്ല? ഒന്നുമില്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 5,30,000 രൂപയ്ക്ക് കൊടുക്കാം. 5,35 2019 മാഗ്ന 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാ? സെക്കൻഡ് ഓൺഷിപ്പ്. ഈ ഒരു i20 എലൈറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പുതിയ ഷേപ്പിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് മാറി ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഉണ്ടാവും, ഇത് നോക്കി നടക്കുന്നവർ അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. മൈലേജ് ഒരു 11 to 14 ആ റേഞ്ച് കണ്ടാൽ മതി. അടുത്തത് ക്വിഡാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2020 മോഡല് 34,000 കിലോമീറ്റർ ഓടിയ പെട്രോളാണ്. 34,000 കുറഞ്ഞ കിലോമീറ്റർ ആണ്, 5 വർഷം കൊണ്ട്. ഏതാ ഓപ്ഷൻ? RXL എല്ലാം മിഡിൽ ഓപ്ഷൻ തന്നെ വരുന്ന വാഹനമാണ്. ഓക്കെ. 20 മോഡലാണ്. ഇന്ന് 20 കുറേ ഉണ്ട് അല്ലേ? ഓക്കെ. ക്ലെയിം ഒന്നും ഉണ്ടല്ലോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നും. 1 ലിറ്ററോ? അല്ല, 800cc. 800cc മൈലേജ് ഉണ്ടാവും. ഒരു 18-19 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. കുഴപ്പമില്ല, ടയേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. എത്രയായിപ്പോൾ? ഇത് 3,30,000 രൂപ. മാനുവൽ. ഓക്കെ. 3,35 2020 RXL ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജ് കിട്ടുന്ന, അത്യാവശ്യം ലുക്കും അത്യാവശ്യം വലുപ്പമുള്ളൊരു വണ്ടിയാണ് അല്ലേ? ഓക്കെ.
ലോണ് എത്ര കയറും? ലോൺ എന്തൊക്കെ ഒരു 3 ലക്ഷം രൂപ വരെ ലോൺ ചെയ്തു കൊടുക്കാം. 3 ലക്ഷം വരെ. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് മതി, 35,000 കണ്ടാൽ മതി. എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുത്തോളൂ നമുക്കല്ല ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കും. ഹോണ്ട WR ആണ് അടുത്ത വാഹനം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെ. ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, VX ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ലോ കിലോമീറ്റർ ആണ്. പെട്രോളല്ലേ? പെട്രോൾ. 60,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വാഹനമാണ്. ഒരു ക്ലെയിമില്ലല്ലോ? ഇല്ല, ഒരു ക്ലെയിമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഓക്കെ. മാനുവൽ മൈലേജ് എങ്ങനെ പോയാലും ഒരു 12, 15, 16 വരെയൊക്കെ നോർമലി ഓടിച്ചാൽ കിട്ടും. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 5,65 കൊടുക്കാം. 5,60,60,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 17 വണ്ടി അല്ല? 5,65,000 രൂപയ്ക്ക് സൺറൂഫ് അടക്കം വരുന്ന ഒരു WR നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ടോപ്പനാണ്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പെട്രോൾ അടിക്കുക, ഓടിക്കുക. സർവീസ് ഒക്കെ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ? ലാസ്റ്റുള്ള സർവീസ് ഇപ്പം ചെയ്ത് വെച്ചേക്കാണോ അതോ റീസെൻ്റ്ലി കഴിഞ്ഞതാണ്? അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ടെസ്റ്റ് എടുക്കുക, ഓടിക്കുക. എല്ലാം വർക്കിംഗ് അല്ലേ? സൺറൂഫ് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, വാറണ്ടി കൊടുക്കാം. ഷോറൂം വാറണ്ടി, ഇവരുടെ വാറണ്ടി കിട്ടുന്നുണ്ട് വണ്ടിയാണ്. അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും കവർ ആവുന്നില്ല. എഞ്ചിൻ മേജർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കവർ ആവുന്നുണ്ട്. ഗിയർ ബോക്സ്, AC, ECM എല്ലാം കവർ ആവും. അതുകൊണ്ട് വാറണ്ടിയും കിട്ടുന്ന വണ്ടിയാണ്. ധൈര്യത്തിലെടുത്തോ. ലോൺ എത്ര കയറും? നമുക്ക് ഒരു 5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് അടിപൊളി ഒരു കോമ്പാക്ട് SUV ടാറ്റ പഞ്ചാണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ. ടോപ്പൻ്റെ ഇത് ക്രിയേറ്റീവ് ഏറ്റവും ടോപ്പൻ്റെ വണ്ടി അല്ല? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അന്ന് ഇറങ്ങി ഫുൾ ഓപ്ഷൻ ക്രിയേറ്റീവ് ഓപ്ഷൻ. AMT ആണ്. ഗിയർ ബോക്സ് വരെ ഇതിന്. മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. 12-15 റേഞ്ച് മൈലേജ് കിട്ടും. വാറണ്ടി ഇപ്പോൾ 26 വരെ ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ കൊടുക്കുന്ന വാറണ്ടി ഉള്ളൂ. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ട് 2 വർഷമേ ഉള്ളൂ കമ്പനി വാറണ്ടി. ഓക്കെ. അപ്പോൾ ഷോറൂം വാറണ്ടി എന്തായാലും ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ 41,000 കിലോമീറ്റർ. 41,000. 23 ഓട്ടോമാറ്റിക് ടോപ്പ് ആൻഡ് പഞ്ചാണ്. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 7,35,000 രൂപ കൊടുക്കാം. 7,35. 7,35. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. പുതിയ മഞ്ചിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഓട്ടോമാറ്റിക്കിന് 10-11 ലക്ഷം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം ഇപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള GST കഴിച്ചിട്ടുള്ള ഏകദേശം അത്രയും വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു 6-6.25 ലോൺ കയറൂലേ? ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റ ടിയാഗോ ആണ്. ഒരു റെഡ് കളർ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ XZ ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. XZ മാനുവൽ. ഓക്കെ. 21 എന്ന് പറയുമ്പോൾ ന്യൂ ഷേപ്പ് ആണ് അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് സേഫ്റ്റിയിൽ. ഓക്കെ. അലോയ്സ് കാര്യങ്ങളൊന്നും വരില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? പ്ലസിലേക്ക് പോകുമ്പോൾ ആ ഒരു മാറ്റം വരുന്നുള്ള കാര്യമായിട്ട്. കിലോമീറ്റർ എത്രയായി? 48,000 കിലോമീറ്റർ. 48,000. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്? ക്ലെയിമും വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ 4,65,000. 4,65,000 2021 XZ ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോണ് ഒരു 4 ലക്ഷം 4 വരെയൊക്കെ ലോൺ ചെയ്തിട്ട് മേലെ തന്നെ കിട്ടൂല അതിൻ്റെ? 4 മുകളിലൊക്കെ ആയിട്ട് കിട്ടും. ചാൻസ് ഉണ്ട്. ഓക്കെ. 14-17 റേഞ്ച് മൈലേജും ഉണ്ടാവും. മാനുവലാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ കുറച്ച് വാഹനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചാൽ ഇവരുടെ 3 ഷോറൂമുണ്ട്. ഇതടക്കം 3 ഷോറൂമുണ്ട്. എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. വയനാട് ഉള്ളവരാണെങ്കിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല വണ്ടി. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്തൊന്ന് കൂടെ വിട്ടുവരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.